നടൻ ഉണ്ണി മുകുന്ദന് എതിരായ മാനേജറുടെ പരാതിയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആർ ഇട്ടു. ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ നൽകിയ പരാതിയിലാണ് കേസ്. അതേസമയം ഉണ്ണി മുകുന്ദനെതിരായ പരാതി പരിശോധിക്കാൻ ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനെതിരെ പരാതി നൽകിയ വിപിന്റെ പ്രതികരണമാക്കി. ഞാൻ ഫെഫ്കയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് താങ്കളുടെ ഫ്ലാറ്റിലേക്ക് വന്ന് താഴേക്ക് വിളിച്ചതാണ്. അതെ, പാർക്കിങ്ങിലേക്ക്, ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ മർദ്ദനം എങ്ങനെയാണ് മർദ്ദിച്ചത്? ആയുധം വെച്ചാണോ? അല്ലാതെ മർദ്ദിക്കായിരുന്നു. എങ്ങനെ കൈകൊണ്ട്? അതെ, പിന്നെ അത് എസ്കേപ്പായി മാറും. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ട്. ശ്യാമേ, ക്ഷമിക്കണം, സ്നേഹ ഓൺലൈനാണ്. സ്നേഹ, ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു പരാതി വരികയും വിപിൻ്റെ പ്രതികരണമൊക്കെ എത്തിയത്. ഉണ്ണി മുകുന്ദൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിപിൻ ആരോപിക്കുന്ന കാര്യങ്ങൾ? ഏറെക്കാലമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് സംഭവം? ദിവിഷ്, ഇന്നലെയായിരുന്നു 6 വർഷമായി ഉണ്ണി മുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജറായിരുന്ന വിപിൻ കുമാർ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതി കേട്ടതിന് ശേഷം പോലീസ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായത്. 6 വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഉണ്ണി മുകുന്ദനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ തന്നെ ഈ പരാതിക്കാരൻ ഫെഫ്കയ്ക്കും അതുപോലെ തന്നെ അമ്മ സംഘടനയ്ക്കും പരാതി നൽകിയിരുന്നു. ഇതിൽ ഇന്ന് ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇതെല്ലാം വിശദമായി അന്വേഷിച്ച ശേഷം ഉണ്ണി മുകുന്ദനെതിരെ ഒരു നടപടി എടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയുണ്ടായ സംഭവം, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മാനേജർ ഉണ്ണി മുകുന്ദന്റെ കയ്യിൽ നിന്നും നേരിട്ട ദുരനുഭവം എല്ലാം വിശദമായി ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഏകദേശം 11:30 കൂടിയായിരുന്നു ഉണ്ണി മുകുന്ദൻ ഈ വിപിൻ കുമാർ താമസിക്കുന്ന കാക്കനാട് DLF ഫ്ളാറ്റിലെത്തി അദ്ദേഹത്തെ മർദ്ദിച്ചത്. നരിവേട്ടയുമായി ബന്ധപ്പെട്ട് ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ പ്രശംസിച്ചുകൊണ്ടും ഫേസ്ബുക്കിൽ വിപിൻ കുമാർ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ഈ പോസ്റ്റ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ മർദ്ദനം എന്നാണ് പറയുന്നത്. ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഉണ്ണി മുകുന്ദൻ വിപിനെ ഫോണിൽ വിളിച്ച് മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്നലെ രാവിലെ 11:30 കൂടി കാക്കനാട് ഫ്ളാറ്റിലെത്തി ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് പുറമെ അസഭ്യവർഷവും അതുപോലെ തന്നെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയുമൊക്കെ ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിവരങ്ങൾ നൽകിയത്. ഈ മർദ്ദനങ്ങൾ ഫ്ളാറ്റിന് താഴെയാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. അത് സംബന്ധിച്ച് പോലീസിന്റെ വിവരങ്ങളോ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അതുമായോ ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടും. നിലവിൽ പക്ഷേ ഉണ്ണിയുടേതായി വരുന്ന ചില പ്രതികരണങ്ങളിൽ തനിക്കൊരു മാനേജറേ ഇല്ല എന്നുള്ളതാണ് ഉണ്ണി വ്യക്തമാക്കുന്നത്.